ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പിന്നീട് ഒരു വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമായി ഉയർന്നു വരുന്നത്. യഹൂദരുടെ സ്വതന്ത്ര രാജ്യത്തിനായി പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ചും അമേരിക്കയുടെ മുൻകൈയിൽ ആവശ്യം ഉയർന്നു വന്നതോടെ പാലസ്തീനിലെ അറബികൾ നിരന്തരം ആക്രമിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു രാജ്യത്തിന്റെ രൂപീകരണം യുദ്ധങ്ങളുടെ നീണ്ട ചരിത്രത്തിൻ്റെത് കൂടിയായി കുറിക്കപ്പെട്ടു. സ്വന്തം ഭൂമിയിൽ പാലസ്തീനുകൾ അരുംകൊല ചെയ്യപ്പെട്ട് കൊണ്ടേയിരുന്നു. ഒരു നൂറ്റാണ്ടിലേറെയായി പാലസ്തീൻ ഭൂമിയെ സംഘർഷങ്ങളുടെ നിഴലിൽ നിർത്താൻ ജൂതർക്ക് കഴിയുകയും ചെയ്തു. 1967 ജൂണിൽ നേടിയതിന് തതുല്യമായ ഒരു വിജയത്തിനായുള്ള ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം. 1967 6 ദിവസത്തെ യുദ്ധം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക ഏടായിരുന്നു. മധ്യപൂർവ്വദേശത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം തിരുത്തി എഴുതുകയും സമാധാനം വിദൂരത്താക്കുകയും ചെയ്ത 6 ദിന യുദ്ധം ഇസ്രായേലിന്റെ സൈനിക ശക്തിയെ വെളിപ്പെടുത്തുന്നത് കൂടിയായിരുന്നു. അതിർത്തിയിൽ പുനർനിർണയിക്കുക, പശ്ചിമേഷ്യയിലുടനീളമുള്ള ആധിപത്യം ഉറപ്പിക്കുക എന്നീ വ്യാമോഹം ഏറെക്കാലമായി കൊണ്ടു നടക്കുകയാണ് ഇസ്രായേൽ. എന്നാൽ ഈ അത്യാഗ്രഹങ്ങളെല്ലാം അത്യന്തികമായി ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് രാജ്യത്തെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇസ്രായേലിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. 1948 സ്ഥാപിതമായതിനു ശേഷം ആദ്യമായി ഇസ്രായേലിന്റെ അടിത്തറയെ തന്നെ ഇളക്കിമറിച്ച ഒരു നിമിഷമായിരുന്നു അത്. ഗാസയിൽ നിന്നുള്ള പാലസ്തീൻ സായുധ ആക്രമണം പ്രക്ഷുബ്ധതയിലും അസ്ഥിരതയിലുമാണ് കലാശിച്ചത്. ഇത് ഇസ്രായേലിനെ മാത്രമല്ല, അമേരിക്കയെയും പശ്ചിമേഷ്യയിലെ അതിന്റെ താല്പര്യങ്ങളെയും ഏറെ കണ്ടങ്ങ് സ്വാധീനിച്ചു. ഈ മാറ്റം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ പരിഷ്കൃത സമീപനത്തിന്റെ ആവശ്യകതയെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. യുദ്ധത്തിനും ഏറെ മുന്നേ തന്നെ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിലെ മന്ദഗതിയിലുള്ള പരിവർത്തനവും ദേശീയ വിമോചനത്തിനായുള്ള പാലസ്തീൻ ലക്ഷ്യത്തോടുള്ള പിന്തുണ കുറയുന്നതും ഉൾപ്പെടെ കാര്യമായ മാറ്റങ്ങൾക്ക് ഹമാസ് സാക്ഷ്യം വഹിച്ചിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി വിവാദങ്ങളാൽ നയിക്കപ്പെടുന്ന ഇസ്രായേലിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ രാഷ്ട്രത്തെ മതപരമായോ മതേതരമായോ നിർവചിക്കണമോ എന്നൊക്കെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഇസ്രായേലുകൾ. ഈ പ്രക്ഷുബ്ധതയുടെ കാതലാകട്ടെ വർദ്ധിച്ചു വരുന്ന മതദേശീയ സയനിസ്റ്റുകളുടെ ഗ്രൂപ്പുകളുമാണ്. മക്കയിലെയും മദീനയിലെയും വിശുദ്ധ ഗേഹങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ സുപ്രധാന പുണ്യകേന്ദ്രമായ ജെറുസലേമിന്റെ ഹൃദയഭാഗത്തുള്ള മസ്ജിദ് അൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദിസ് നാളുകളായി ഒരു തർക്ക വിഷയം തന്നെയാണ്. അൽ അഖ്സയുടെ അധികാരം പിടിച്ചെടുത്ത് അവിടെ ആരാധനാലയം നിർമ്മിക്കുക എന്നത് തീവ്ര യഹൂദ ഗ്രൂപ്പുകളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും പരസ്പര ബന്ധത്തിനും ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മതദേശീയ സയനിസ്റ്റുകളുടെ ഉയർച്ച രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനാത്മകതയെ പുനർനിർമ്മിക്കാനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താനും സാധ്യതകൾ ഏറെയാണ്. 2023 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ പിന്നാലെയാണ് നെതന്യാഹു. 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നെതന്യാഹു ഈ ലക്ഷ്യത്തിലേക്കുള്ള വേഗം കൂട്ടുകയും ചെയ്തു. ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനും ഗാസ മുനമ്പിൽ നിയന്ത്രണം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു അന്നു മുതലുള്ള ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ. ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഗാസയെ ആക്രമിക്കുകയും കർശനമായ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. മുൻ ഇസ്രായേലി പ്രധാനമന്ത്രി ഷാരോൺ 2025 ഗാസയിൽ നിന്നും IDF സൈനികരെയും കുടിയേറ്റക്കാരെയും പിൻവലിച്ച് ഒരു സുപ്രധാന നീക്കമായിരുന്നു. പക്ഷെ അത് പാലസ്തീനുകൾക്ക് സമാധാനമോ സ്വാതന്ത്ര്യമോ കൊണ്ടുവന്നില്ല. പകരം ഗാസ ഒരു ഉപരോധത്തിന് കീഴിലായി. അത് 2007 കൂടുതൽ കർശനമാക്കുകയും ചെയ്തു. ഇത് പ്രദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തു കളഞ്ഞു. ഓപ്പറേഷൻ കാസ്റ്റ് ലീഡ് എന്നറിയപ്പെടുന്ന 2008-2009 കാലഘട്ടത്തിൽ എഹൂദ് ഓൾട്ട്മെർട്ടിന്റെ സർക്കാർ ഗാസയ്ക്കെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. 2007 ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഗാസ ഉപരോധം പ്രദേശത്തേക്കുള്ള ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ ഒഴുക്ക് കർശനമായി നിയന്ത്രിക്കുകയും ചെയ്തു. ഈ ഉപരോധം ഗാസയുടെ സമ്പദ് വ്യവസ്ഥയും മാനുഷിക സാഹചര്യത്തിലും വിനാശകരമായ സ്വാധീനം ചെലുത്തി. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് UN മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഉപരോധം വ്യാപകമായ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ഭക്ഷ്യ അരക്ഷിതാവസ്ഥ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്തു. നിരവധി ഗാസാക്കാർ അവരുടെ അതിജീവനത്തിനായി അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. കാലക്രമേണ സ്ഥിതി കൂടുതൽ വഷളായി.
ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വീടുകൾക്കും ഉപജീവന മാർഗങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തി. ഉപരോധവും സൈനിക നടപടികളും കൂട്ടായ ശിക്ഷയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് വാദിക്കുന്ന മനുഷ്യാവകാശ ഗ്രൂപ്പുകളും അന്താരാഷ്ട്ര സംഘടനകളും ഗാസയിലെ ഇസ്രായേലിന്റെ നടപടികളെ വ്യാപകമായി വിമർശിച്ചിരുന്നു എന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. 2014 ഇസ്രായേൽ യുദ്ധം നെതന്യാഹുവിന് കീഴിൽ ഗാസയിലെ പ്രതിസന്ധികൾ രണ്ട് വഴികളിൽ ഒന്നിലൂടെ മാത്രമേ പരിഹരിക്കാനാകൂ എന്ന് തെളിയിക്കുന്നതായിരുന്നു. ചർച്ച അല്ലെങ്കിൽ സമഗ്രമായ യുദ്ധം. 50-ലധികം ദിവസത്തെ ബോംബാക്രമണത്തിനും ഒരു കര അധിനിവേശത്തിന് പോലും ഹമാസിനെ പിഴുതെറിയാനും കീഴടങ്ങാൻ നിർബന്ധിക്കാനും സാധിച്ചില്ല. തുടർന്ന് 2020 ആയപ്പോഴേക്കും UN വിദഗ്ധർ ഈ പ്രദേശം വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിച്ചു. 2023 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിലൂടെ മറ്റേതൊരു രാജ്യത്തെക്കാളും മികച്ച രീതിയിൽ ജൂത ജനസംഖ്യ സംരക്ഷിക്കാൻ കഴിയുമെന്ന സയനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് ഇസ്രായേലിന് കൈമോശം വന്നത്. ഇസ്രായേലി അജേയതയുടെ മിഥ്യാബോധത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അത്. ഗാസയിൽ അധിനിവേശം നടത്തിയും ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതൃത്വത്തെ പുറത്താക്കിയും HTS നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്ന് ഒരു അപലപനം പോലുമില്ലാതെ സിറിയയിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുകയും ചെയ്തിട്ട് പോലും ഇസ്രായേൽ അവർ ആഗ്രഹിച്ച സമ്പൂർണ്ണ വിജയം നേടിയിട്ടില്ല. ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായി തകർന്നിരിക്കുകയാണ്. ഇസ്രായേൽ സമൂഹം ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ സായുധ സേന പോലും തളർന്ന അവസ്ഥയിലാവുകയും ചെയ്തു. പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും ആയുധങ്ങൾ ലഭിക്കാതെ അവരുടെ നിലവിലെ ആക്രമണാത്മകമായ നിലപാട് നിലനിർത്താൻ മറ്റൊരു മാർഗവുമില്ലാതായി. ലെബനൻ മുന്നണി താൽക്കാലികമായി നിർത്തിയിരിക്കുന്നുവെങ്കിലും ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനങ്ങളും രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തു നിന്ന് പിന്മാറാനുള്ള വിസമ്മതവും സൂചിപ്പിക്കുന്നത് ഏത് നിമിഷവും അവിടെ യുദ്ധം പുനരാരംഭിക്കുമെന്നാണ്. ഇതുകൂടാതെ ഇസ്രായേലി പൗരന്മാരുടെ തിരിച്ചു കൊണ്ടുവരുവാനോ ഹമാസിനെ തകർക്കാനോ നാളിതുവരെ നെതന്യാഹുവിന്റെ കൂലിപ്പടയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഗാസയോട് ചെയ്ത ക്രൂരതകൾ ഇസ്രായേലിനെ അതിന്റെ അന്താരാഷ്ട്ര നിയമസാധുത കവർന്നെടുക്കുകയും ആഗോള ജനതയുടെ മുന്നിൽ ഒരു വില്ലൻ പരിവേഷം സമ്മാനിക്കാനും മാത്രമാണ് വഴിവെച്ചത്. പാലസ്തീനിയൻ അതോറിറ്റിക്കും പ്രാദേശിക സായുധ പ്രസ്ഥാനങ്ങളും തമ്മിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് വലിയൊരു പ്രദേശം കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതേസമയം യമനിലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനെതിരായ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ ഫലമായി സന ആസ്ഥാനമായുള്ള ഹൂതി നേതൃത്വത്തിലുള്ള സർക്കാർ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സഹായത്താൽ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നത് തുടരുകയാണ്. ഇറാൻ മുന്നണിയിൽ IRGCയുടെ മിസൈൽ ശക്തി ഇസ്രായേലിന്റെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ തകർപ്പൻ പ്രഹരം ഏൽപ്പിക്കുമെന്ന ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഏറ്റുമുട്ടാൻ ഊഴം കാത്തു നിൽക്കുന്ന എണ്ണമറ്റ മുന്നണികളിൽ വേറെയുമുണ്ട്. സിറിയയുടെ വിധി അനിശ്ചിതത്വത്തിലാണെങ്കിലും ഒരു സായുധ പ്രതികരണത്തിനായുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അയൽ രാജ്യമായ ജോർദാനിലും അശാന്തിയുടെ അലയൊലികൾ ഇപ്പോൾ മുഴങ്ങിക്കേക്കാം. അത് ഇസ്രായേൽ അതിർത്തിയിലും പ്രതിധ്വനിച്ചേക്കാം. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തീവ്ര വലതുപക്ഷ സഖ്യത്താൽ പ്രകോപിതരായ അൽ അക്സ മസ്ജിദിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിനുള്ളിലും ഉണ്ടായ സംഘർഷങ്ങളോടുള്ള പ്രതികരണമായി രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു കലാപം പൊട്ടിപ്പുറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അരാജകത്വം അഴിഞ്ഞാടുന്ന പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ സുസ്ഥിരമാകുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിൽ നിന്നും ഏറെ അകലെയാണ് ഇപ്പോൾ ഇസ്രായേൽ.